നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ സംസ്ഥാനത്ത് പൊതുപെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊതുപെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് പെൻഷൻ വിതരണം നടക്കുമോ, സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള മറ്റ് പെൻഷനുകളെല്ലാം ഇനി എന്നാണ് ലഭിക്കുക, മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് ലഭിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഏതൊരു ഇലക്ഷനായാലും, പഞ്ചായത്ത് ഇലക്ഷനായാലും ശരി, നിയമസഭ ലോക്സഭ ഇലക്ഷനായാലും ശരി, അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യമാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെന്നുള്ളത്. അതിനുശേഷം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാണിക്കുന്ന രൂപത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നൽകാൻ പാടില്ല, ഉദ്ഘാടനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാനും പാടില്ല. അങ്ങനെ ഇപ്പോൾ പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സമയത്ത് പെൻഷൻ വിതരണം മുടങ്ങുമോ എന്ന് ആദ്യം നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോളമായി ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കുടിശ്ശികയുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തു തീർത്ത് കഴിഞ്ഞ ഡിസംബറോട് കൂടി തന്നെ ഇപ്പോൾ പിന്നീടുള്ള എല്ലാ മാസവും കറക്റ്റ് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനും ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഉള്ളത്. ഇതിനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഇതിനു മുമ്പ് തന്നെ, പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള ഉത്തരവും മറ്റു കാര്യങ്ങളും നൽകിയത് കൊണ്ട് തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങില്ല. ഈ മാസം 25-ാം തീയതി മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെയും മറ്റു വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെയും വിതരണം ഉണ്ടാകും. 24-ാം തീയതിയോ 23-ാം തീയതിയോ ആയിരിക്കും പെൻഷൻ വിതരണം നമുക്ക് ലഭിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട്. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് സേവന പെൻഷനിൽ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എത്രയാണ് പെൻഷൻ ലഭിച്ചത്, 1500 ലഭിച്ച ആളുകൾ അതും 2000 രൂപ ലഭിച്ച ആളുകൾ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോളമായി ഇപ്പോൾ പെൻഷൻ സർക്കാർ ഒരുപാട് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേഷനിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾ നോ എന്നും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യെസ് എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിൽ പോലും പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെയും മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുടെയും അപേക്ഷയെല്ലാം ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിലെ എല്ലാ തെറ്റുകളും ഇപ്പോൾ തിരുത്തി വെക്കുക. നമുക്കറിയാം, മാർച്ച് മാസത്തിൽ പൊതുവെ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻ്ററുകളെല്ലാം തിരക്ക് കുറവുള്ള സമയമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മറ്റു ഉപയോഗങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, നോർക്ക പ്രവാസി ക്ഷേമനിധി കാർഡുകളെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലെയും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. പെൻഷൻ അടക്കമുള്ള ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പുമായി ബന്ധപ്പെടാം. ഇത് നമ്മൾ മാസം 29 രൂപ ചാർജ് ഈടാക്കുന്നുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.